ഓം നാല് പറ്റി പറയാൻ പോവുകയാണ്. പശ്ചാത്താപമൊരെള്ളൂളമില്ലാതെ റിപ്പൻറ്റൻസ് ആർക്കില്ല? മനുഷ്യനില്ല. എന്താണ് മനുഷ്യനില്ലാത്ത? ബുദ്ധിയും വിവേകവും ഉണ്ടായിട്ടും മനുഷ്യനില്ല. മൃഗങ്ങൾക്ക് ബുദ്ധിയും വിവേകവും ഇല്ല, അതുകൊണ്ട് അവർക്ക് പശ്ചാത്താപവുമില്ല. പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിശ്വാസമെന്ന് പറയുന്നത് പാതകമാണെന്ന് അനുഭവിച്ചറിയേണ്ടത്. വിശ്വസിച്ചെങ്ങനെ അറിയുന്നത്? വിശ്വസിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? കയ്പ്, പുളി, മധുരം, എരി, കരണ്ട് വിശ്വസിച്ച് പറഞ്ഞ് അതുപോലെ ഈശ്വരനെ അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയേണ്ടത് വിശ്വസിച്ചറിയാവുന്ന എങ്ങനെ? വിശ്വസിച്ചറിയാൻ പറ്റത്തില്ലത്. അത് അനുഭവിച്ചറിയുന്നത് ധ്യാനമാണ്. ധ്യാനത്തിൽ കൂടെ മനസ്സിന് ഏകാഗ്രതയെ കൊണ്ടുവരാത്ത കാലം വരെ അതിനെ കണ്ടെത്താൻ പറ്റത്തില്ല. എന്തായാലും ശ്ലോകം ഒഴിപ്പിക്കട്ടെ. പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹവും. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. സത്യം പരബ്രഹ്മമാണെന്ന് അത് വിവരമുള്ളവർ മനസ്സിലാക്കുന്നു. സത്തുക്കൾ വിവരമുള്ളവർ മനസ്സിലാക്കുന്നു സത്യം ബ്രഹ്മമാണെന്ന്. പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. പരബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യം. ആ പരബ്രഹ്മത്തിൽ ചെന്ന് ചേരണം. അതിനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ വർഷങ്ങൾ കൊണ്ട് പഠിച്ച അറിവാണിത് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ ബ്രഹ്മമാണ് ജീവിതത്തിൽ കേൾക്കേണ്ടത്. ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കൊതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ദങ്ങളെ ശേഷമൊഴിഞ്ഞിടും. ഒരു വ്യക്തി പാരിലിങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്, ഭക്തി തന്നിൽ മുഴുകി പോവുകയാണ്. അപ്പം നമ്മൾ പറയും അവൻ ഭ്രാന്തനാണെന്ന്. അവനറിയാം അവൻ ഭക്തി മൂത്തിട്ട് പോവുകയാണെന്ന്. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ദങ്ങളെ ശേഷമൊഴിഞ്ഞിടും. ഭക്തി മൂത്തിങ്ങനെ പാരിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ പ്രാരാബ്ദങ്ങൾ, സുഖവും ദുഃഖവും എല്ലാം തീരും. അങ്ങനെ തീരുമ്പോൾ വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. എൻ്റെ കർമ്മം തീരുമ്പം ഞാൻ മരിച്ച് താഴെ വീഴുന്നു. എൻ്റെ കർമ്മം തീർന്നിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഈ വീഡിയോ പോലും മുഴിപ്പിക്കാൻ പറ്റുന്നത്. എൻ്റെ കർമ്മം തീർന്നിട്ടില്ല. കർമ്മം തീർന്നാലും ഞാൻ ഇവിടെ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കൊതിച്ചിടുന്നു ജീവനും. അപ്പോഴേ കൊതിക്കണമെങ്കിൽ ജീവനുള്ളപ്പോൾ കൊതിക്കണം. പതിച്ച ശേഷം കൊതിക്കാൻ പറ്റത്തില്ല. പതിക്കുന്നതിന് മുമ്പേ കൊതിച്ചാലേ പതിച്ച ശേഷം അതിനെ കാണാൻ പറ്റും. ആ പരബ്രഹ്മത്തെ കാണാൻ പറ്റും. ഇത് ജീവനുള്ളപ്പോൾ നമുക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് അറിയത്തുമില്ല. ഈ വഴി ഇതാണ്, സത്യമായ വഴി ഇതാണ്. ഇതിനു വേണ്ടി പല വഴിക്കുള്ള പല ആൾക്കാർ പല വിധത്തിൽ പോകുന്നു. ലക്ഷ്യസ്ഥാനം ഒന്ന് തന്നെ, പക്ഷെ വഴി അറിയത്തില്ല. വഴി ഒന്നേ ഉള്ളൂ. രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ, ഏതു ദിക്കിലിരിക്കലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ഒരു ദിവസം ഈ ജ്ഞാനപ്പാനെ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്താൽ ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി. ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. നീ ജനിച്ചതിൻ്റെ ആ അർത്ഥവും ആഴവും ആയിക്കഴിഞ്ഞ് ഇതൊന്ന് ചൊല്ലിയോ ഒന്ന് കേൾക്കുകയോ ചെയ്താൽ അതിന് പരബ്രഹ്മത്തിൻ്റെ അതേ സ്ഥാനം നമുക്ക് കിട്ടും എന്നാണ് ശ്രീ പൂന്താനത്തിരിമേള. ആ വ്യക്തി പോലും ഈ ബ്രഹ്മത്തെ, ആ ഈശ്വരനെ നേരിട്ട് വന്ന് കണ്ട ഒരാളാണ്. അദ്ദേഹം മോക്ഷപ്രാപ്തി ആ ഒരു വ്യക്തി, അദ്ദേഹം മാത്രമായിട്ട് കൊണ്ടുപോയില്ല അറിവ്. മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു വച്ചിരിക്കുന്നു, ഇത് എഴുതി വച്ചിരിക്കുന്നു ജ്ഞാനപ്പാനയെ കൂടെ. എത്ര പേര് മനസ്സിലാക്കി അവർക്ക് കൊള്ളാം. 3 കഴിഞ്ഞ് നാലാമത്തത്, മതിയുണ്ടെങ്കിലൊക്കെ മതി ഇതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു. ഇത് മറ്റുള്ള നാമങ്ങൾക്ക് തുല്യമാണ് ഈ ജ്ഞാനപ്പാന. ഇത് തന്നെ ചൊല്ലിയ മാത്രം മതി. മതിയുണ്ടെങ്കിലൊക്കെ മതി ഇതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു. ഓ
തത്സത്.